ഗുരുവും നടരാജഗുരുവിൻ്റെ ആത്മകഥാകഥനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം. അധ്യായം 12. നിഷ്ക്രമണം. ഭാഗം 2. രാത്രിയിലെ ഏകാന്ത ചിന്തകൾ എന്ന ഉപാധ്യായം തുടരുന്നു. അടുത്തുള്ള ചായ പീടികയിൽ ചൂടുള്ള ഇഡ്ഡലിയും ദോശയും വിളമ്പിത്തുടങ്ങിയിരിക്കുന്നു. അവിടെ ചെന്ന് പ്രാതൽ കഴിക്കാമെന്നുണ്ട്. പക്ഷേ കീശയിലെ കാശ് അപര്യാപ്തം. എന്തായാലും ഞാൻ എന്തോ കഴിച്ചു. എന്താണെന്ന് ശരിയായി ഓർക്കുന്നില്ല. അവിടെ നിന്നാൽ കാണാവുന്ന നീലഗിരി പർവ്വത നിതംബങ്ങൾ മഞ്ഞിൻ്റെ ആവരണം നീങ്ങി വ്യക്തമാകുന്നതിന് മുൻപ് ഞാൻ തീവണ്ടിയിൽ കയറി. കല്ലാറിൽ ചെന്നതോടെ 2 എഞ്ചിനുള്ള തീവണ്ടി സാധാരണ പാളത്തിന് 2-നുമിടയ്ക്ക് ഘടിപ്പിച്ചിട്ടുള്ള പല്ലുപാളം കൂടിയുള്ള പാതയിലേക്ക് കയറി. മെയ്ഡ് ഇൻ വിൻ്റർഥേൺ, സ്വിറ്റ്സർലൻഡ് എന്ന് എഞ്ചിൻ്റെ പുറത്തെഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു. പിൽക്കാലത്ത് എൻ്റെ 2ാം സ്വദേശമായി തീർന്ന ആ വിദൂര രാജ്യത്ത് നിന്ന് പ്രത്യേകമായി ഇറക്കുമതി ചെയ്തതാണ് ഈ എഞ്ചിൻ എന്നെനിക്ക് മനസ്സിലായി. പുതിയ പുതിയ കാഴ്ചകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ട്രെയിൻ ഇതിനിടയിൽ 10ഓളം പാലങ്ങൾ കടന്നു. പല കൊക്കകളും അപ്രതീക്ഷിതമായ ദൃഷ്ടിയിൽപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങളും പിന്നെ ചെറുതും വലുതുമായ പല തുരങ്കങ്ങളും താണ്ടി. ഒരു സ്കൂൾ കുട്ടിയായിരുന്നെങ്കിൽ ദൃശ്യങ്ങളെല്ലാം എന്നെ പുളകം കൊള്ളിക്കുമായിരുന്നു. ഒടുവിൽ തീവണ്ടിപ്പാതയുടെ വക്കുകളിൽ സ്തൂപികാകൃത വൃക്ഷങ്ങൾ കണ്ടു തുടങ്ങി. എനിക്കെത്തേണ്ട കുന്നൂർ അടുത്തുപോയെന്ന അറിയിപ്പായിരുന്നു അത്. 10 മണിയോടെ കൂടി ഞാൻ അവിടെ ഇറങ്ങി. ഒരു സന്യാസി എനിക്ക് അഭയം നൽകുന്നു എന്ന ഉപാധ്യായം. കക്ഷത്തിലുണ്ടായ പുളകയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ആലുവയിൽ ഞാൻ കിടക്കുന്ന കാലത്ത് ഒരു സന്യാസി എന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ധീരവും ഉദാരവുമായ പെരുമാറ്റം എന്നിൽ ഒരു മതിപ്പുണ്ടാക്കി. എങ്കിലും ചിന്താപരമായി ഞങ്ങൾക്ക് തമ്മിൽ സാമ്യമില്ലായിരുന്നു എന്ന് പറയേണ്ടതുണ്ട്. അദ്ദേഹം നല്ല പൊക്കമുള്ള ഉറച്ച ശരീരപ്രകൃതിയുള്ള ആളാണ്. ഹിമാലയ പ്രദേശങ്ങളിൽ ഒരു സന്യാസിയായി ഏറെ നാൾ സഞ്ചരിച്ചിട്ടുമുണ്ട്. സന്യാസ ജീവിതത്തിലെ പരമ്പരാഗതമായ രീതികളെല്ലാം കൈക്കൊണ്ടിട്ട് വളരെ കാലമായി. ഒരു ശാസ്ത്ര പണ്ഡിതനല്ലെങ്കിലും നിർമുക്തത അദ്ദേഹത്തിൽ സ്വാഭാവികമായി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്ന ഔദാര്യത്തിൽ പലരും ആകൃഷ്ടരായി. പൊതു നന്മയ്ക്ക് വേണ്ടി ധീരമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. വില്യം ടെല്ലിനെ പോലെയോ റോബിൻഹുഡിനെ പോലെയോ ഒരു നിയമനിഷേധിയായ റെബലായിരുന്നു അദ്ദേഹം എന്ന് പറയാം. തൻ്റെ സുഹൃത്തായ ഒരു വൈദ്യൻ്റെ കുന്നൂരിലുള്ള തോട്ടത്തിലെ വസതിയിലായിരുന്നു അന്ന് ആ സ്വാമി താമസിച്ചിരുന്നത്. അദ്ദേഹവും ഒരു വൈദ്യനായിരുന്നു. അടുത്ത കാലത്താണ് അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ നിന്ന് മടങ്ങി വന്നത്. എനിക്ക് സഹായം ആവശ്യമായിരുന്നു. അനിശ്ചിതത്വം അനുഭവപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ വശ്യമായ രൂപമാണ് എന്നെ ആകർഷിച്ചത്. ഞാൻ വീട് വിട്ടോടിപ്പോന്നതിന് ശേഷം ഈ ലോകത്തിൽ നിരവധി മനുഷ്യരുണ്ടായിരുന്നിട്ടും ഒരു സന്യാസി തന്നെ തൻ്റെ കിടപ്പാടവും ഭക്ഷണവും എനിക്ക് പങ്കിട്ട് തരാനിടയായി എന്നത് ഒരു യാദൃശ്ചിക സംഭവമായി കരുതാവുന്നതല്ല. പിൽക്കാലത്ത് ഞാനും അത്തരമൊരു ജീവിതമാണല്ലോ അവലംബിക്കേണ്ടിയിരുന്നത് എന്നതിനോട് ചേർത്ത് വെച്ച് വേണം ഇത് മനസ്സിലാക്കേണ്ടത്. എങ്കിലും സന്യാസ ജീവിതത്തിൽ അന്നെനിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. എല്ലാ ദിവ്യ വേഷധാരികളും എൻ്റെ ദൃഷ്ടിയിൽ പ്രായേണ സംശയിക്കേണ്ട അവരായിരുന്നു. എങ്കിലും ബാല്യകാലം മുതൽ ഞാൻ അവരിൽ കണ്ട ആകർഷകത്വത്തിന് കാലം കഴിഞ്ഞിട്ടും ഏതും വിലോപം വന്നില്ല. ഞാൻ കണ്ട മുനിവാടം എന്ന ഉപപാഠം. കുന്നൂരിൽ വണ്ടി ഇറങ്ങിയപ്പോഴാണ് ഓർക്കുന്നത് എനിക്ക് പോകേണ്ട മേൽവിലാസം കയ്യിലില്ലല്ലോ എന്ന്.
എന്നെ ആശ്രമത്തിൽ സ്വീകരിക്കുമോ എന്ന പ്രശ്നത്തെ പറ്റിയാണെങ്കിൽ എന്നെ ഏതായാലും വെറുക്കാനിടയില്ല എന്ന തോന്നൽ മാത്രമാണുണ്ടായിരുന്നത്. കുന്നൂരിൻ്റെ പ്രാന്തത്തിലുള്ള ഓട്ടിപ്പട്ടിയൈ എന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാണെന്ന് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചു. സ്വാമിയുടെ പേര് മാത്രമേ എനിക്കറിഞ്ഞുകൂടൂ. അവരെനിക്ക് വഴി പറഞ്ഞു തന്നു. കുത്തനെ മുകളിലേക്കുള്ള പടി കയറിയാണ് പോകേണ്ടത്. വിചിത്രമായ പൂന്തോട്ടങ്ങൾ, ഭംഗിയിൽ പടുത്ത നിരനിരയായ ചെറുഗൃഹങ്ങൾ, കുത്തനെ വളർന്ന് പൊങ്ങി നിൽക്കുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും യൂക്കാലിപ്റ്റസ് മരങ്ങളും ഒക്കെ ആയപ്പോൾ അവിടം സുഗന്ധ സമ്പൂർണവും ശീതളവുമായ നവ്യകാന്തി കലർന്ന ഒരു ഗന്ധർവ നഗരം പോലെയിരുന്നു. ജാക്ക് ആൻഡ് ദ ബീൻസ് തുടങ്ങിയ ചിത്രകഥകളിലേതു മാതിരിയുള്ള വല്യമ്മമാരോ പൊണ്ണത്തടിച്ചിമാരോ ആ ചിമ്മിനി വെച്ച വീടുകളുടെ വല്ല ജനാലപ്പഴുതിലൂടെയും എത്തി നോക്കുന്നുണ്ടോ എന്ന് സംശയിക്കാതിരുന്നില്ല. മലമുകളിൽ എത്തിയപ്പോൾ മൗണ്ട് പ്ലസൻറ്റ് എന്നൊരു ബോർഡ് കണ്ടു. പൊടുന്നനെ കാണായ ഭൂഭാഗ ദൃശ്യം ഏറെ ചേതസമാകർഷകമായി തീർന്നു. സൂര്യനാണെങ്കിൽ സമതല പ്രദേശത്തെ പോലെ ഉഗ്രപ്രതാപനായല്ല കണ്ടത്. തൻ്റെ എതിരാളിയായ കിരണൻ്റേതുപോലെയായിരുന്നു സൂര്യൻ്റെ രശ്മികൾ. എത്തേണ്ടിടം കണ്ടുപിടിക്കാനുള്ള സഹായം ഇനിയും കിട്ടുമെന്ന വിശ്വാസത്തോടെ ഞാൻ വീണ്ടും വീണ്ടും നടന്നു. കിട്ടിയ സൂചനകളുമായി ഞാൻ ഭംഗിയുള്ള ആ കുന്നിൻ്റെ മറുപുറമെത്തി താഴ്വാരത്തിലേക്ക് പോയി. അതൊരു ട്രഷർ വാലി തന്നെ. വരിവരിയായി നട്ടിട്ടുള്ള പിയറിലും പ്ലമ്മിലുമെല്ലാം പഴങ്ങൾ നിറഞ്ഞു കിടക്കുന്നു. മറ്റൊരു പഴത്തോട്ടത്തിൽ ഓറഞ്ചുകളും കാണാനുണ്ട്. വഴിയിലൊരു അരുവി. അതിലിറങ്ങി ഒന്ന് കുളിച്ച് വിശ്രമിക്കാമെന്ന് കരുതി ഞാൻ അവിടെ തങ്ങി. ആ മനോഹര ദൃശ്യം തെല്ല് കണ്ടാനന്ദിക്കാമല്ലോ. 2 ഫർലോങ്ങോളം അകലെയായി ഒരു ചെറു വീട് കാണാം. അവിടെ ആയിരിക്കണം ഞാൻ അന്വേഷിച്ച് ചെല്ലുന്ന സന്യാസി നിവസിക്കാനിടയുള്ളതെന്ന് അതിൻ്റെ ഏകാന്തത കൊണ്ട് ഞാൻ ഊഹിച്ചു. ഡോക്ടർ വാട്സൺ ഷെർലക് ഹോംസിനെ കണ്ടുപിടിച്ചതും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ തോന്നിയ സാവകാശതയും പുതുതായി കിട്ടി രുചിച്ചു നോക്കുവാൻ തുടങ്ങിയിരിക്കുന്ന സ്വാതന്ത്ര്യവും എൻ്റെ ഭാവനയെ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധം ശീഘ്രതരം പറത്തിവിട്ടു. ഭാവന ഉടൻ തന്നെ യാഥാർത്ഥ്യമായി തീർന്നു. ആ കുടീരത്തിന് മുൻപിൽ നിൽക്കുന്ന ബോധാനന്ദ സ്വാമിയെ ഞാൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം തനിയെയാണ് താമസിക്കുന്നത്. നാട്ടിൻപുറത്തുകാർ ചിലപ്പോൾ മരുന്ന് വാങ്ങാൻ അവിടെ വന്നിരുന്നു. സ്വാമിയുടെ ബന്ധുവും ഭൃത്യനുമായൊരാൾ എല്ലാ ചൊവ്വാഴ്ചയും കമ്പോളത്തിൽ നിന്ന് അരിയും മറ്റ് സാധനങ്ങളും കൊണ്ടുവരും. അത് സ്വാമി താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായ വൈദ്യരുടെ സംഭാവനയാണ്. അടുത്തു തന്നെ പാറകൾക്കിടയിൽ കൂടി ഒഴുകുന്ന ഒരു അരുവിയുണ്ട്. അവിടെ അടിച്ചു നനയ്ക്കാം. വീട്ടിൽ തട്ടിൻപുറം മാതിരിയുള്ള പൊക്കം കുറഞ്ഞ ഒരു മുറിയുണ്ട്. അവിടെ എനിക്ക് ഉറങ്ങാം. കൂരയിലെ തകരത്തിനും ഓട്ടിനും ഇടയ്ക്ക് കൂട് കെട്ടിയിരിക്കുന്ന കുരുവികളും അതുപോലെയുള്ള മറ്റു പക്ഷികളുമാണ് തൊട്ടടുത്ത്. വഴക്കാളികളായ വീട്ടമ്മമാരെ പോലെ ദിവസവും അതിരാവിലെ ഇവറ്റ തുടങ്ങാറുള്ള ശബ്ദകോലാഹലം മാത്രമാണ് ഒരു ശല്യമായി ഉണ്ടായിരുന്നത്. സ്വാമിയുടെ കൂടെ ഞാൻ നടത്തത്തിന് പോകും. ശനിയാഴ്ച ദിവസങ്ങളിൽ അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കുന്ന ഭജനകളിൽ പങ്കുകൊള്ളും. ഉറക്കത്തെ ജയിക്കാൻ ഞാൻ അഭ്യസിച്ചു. താളമടിച്ചും പാട്ടുപാടിയും ചില രാത്രികളിൽ വെളുപ്പാങ്കാലം വരെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അറവങ്കാട് കോർഡേറ്റ് ഫാക്ടറിയിലെ നിരക്ഷര കുക്ഷികളായ തൊഴിലാളികൾ വന്ന് ചേർന്നിരുന്ന് അവസാനമില്ലാതെ രാമനാരായണ നാമങ്ങൾ ജപിക്കും. ഈ പാവങ്ങളോടുള്ള സമ്പർക്കം എനിക്ക് സന്തോഷകരമായിരുന്നു. കുറെ കൂടി ഭാവപിടുത്തമുള്ളവരുടെ കൂട്ടുകെട്ട് ശല്യമായും തോന്നി. കുടുംബാംഗങ്ങളോടൊത്തുള്ള എൻ്റെ ജീവിതം എന്നേക്കുമായി അവസാനിച്ചത് ഇങ്ങനെയാണ്. എനിക്കും എൻ്റെ ഉറ്റവരായിരുന്നവർക്കും ഇതുമൂലം സംതൃപ്തിയാണുണ്ടായിട്ടുള്ളത് എന്നതുകൊണ്ട് എൻ്റെ ഈ ചെയ്തി തികച്ചും തെറ്റായിരുന്നെന്ന് കരുതാനാവില്ല. നിഷ്ക്രമണം എന്ന ഈ അധ്യായം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.